പിന്നെ ഡ്രസ് കോഡ് എന്നുള്ളത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനാണ് ബെസ്റ്റ് ഇംപ്രഷൻ. നമ്മൾ CV പ്രിപ്പയർ ചെയ്തു, നമ്മളത് നമ്മൾ അയക്കും, അതൊക്കെ ശരിയാണ്. നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ ഡ്രസ്സിങ്ങും അല്ലെങ്കിൽ നമ്മുടെ പ്രസന്റേഷനും, നമ്മുടെ ഫേസിലുള്ള ഫേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് ജസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ് കോഡ് ആയിക്കോട്ടെ, നമ്മുടെ ആക്സസറീസ് ആയിക്കോട്ടെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാര്യമായിട്ട് ചെയ്യണം. അതിൻ്റെ അർത്ഥം നമ്മൾ വല്ലാതെ ഓവറായിട്ട് ഡ്രസ് ചെയ്തു എല്ലാം കോട്ടും സൂട്ടും കാര്യങ്ങളൊക്കെ വേണമെന്നില്ല. വളരെ ഡീസെന്റ് ആയിട്ടുള്ള, വളരെ നീറ്റ് ആയിട്ടുള്ള, ഒരു പ്രസന്റബിൾ ആവുന്ന രീതിയിലേക്ക്, വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് പാറ്റേണിലേക്ക്, ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ ഡ്രസ് ചെയ്ത് പോകുന്നതാണ് ബെറ്റർ. ഓക്കെ. നെക്സ്റ്റ് ഇപ്പോഴുള്ളൊരു ഇഷ്യൂ ആണ് ഇന്റർവ്യൂസിന്റെ ഫോർമാറ്റ് ഇപ്പോൾ ഒരുപാട് മാറി. പണ്ടെപ്പോഴും ട്രഡീഷണൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് 1-to-1 ഓഫ്ലൈൻ ഇന്റർവ്യൂസ് ആയിരുന്നു. ഓക്കെ. ഇപ്പം ഇന്റർവ്യൂസിന്റെ മെത്തേഡ് മാറി. ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈനാണ്, വെർച്വൽ ക്ലാസ്സസ് ആണ്. ഇപ്പോൾ ഈ വെർച്വൽ ക്ലാസ്സസിന്റെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഓഫ്ലൈൻ ക്ലാസ്സിനെക്കാട്ടും കമ്പാരിറ്റീവ്ലി ലെസ് ആയിരിക്കും. ഓക്കെ. ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൺവീനിയൻസ്, നിങ്ങളുടെ സ്ഥലത്ത് ഇരുന്നിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എനിക്ക് എൻ്റെ കൺവീനിയൻസിൽ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും. ഇതൊക്കെയാണ്. പക്ഷേ എനിക്കൊരു മെസ്സേജ് കൺവേ ചെയ്യുന്നിടത്തൊക്കെ നമുക്ക് എന്തുണ്ടാവും, ഒരു ലിമിറ്റേഷൻ എപ്പോഴും ഈ വെർച്വൽ മോഡിലേക്ക് വരുന്ന സമയത്ത് വരും. അതേസമയത്ത് ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ നേരെ എൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഡിസ്കഷനിലും ഒരുപാട് ഡൗട്ടും ആ ഒരു പാറ്റേണിലേക്കാണ് അത് പോവാം. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഇന്റർവ്യൂ മോഡ് ഏതാണെന്നുള്ളത് നമ്മൾ നോക്കണം. ട്രഡീഷണൽ ആണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് കൂടുതലാണ്. നമുക്ക് ഒരാളെ ഇംപ്രസ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ഡ്രസ്സിങ്ങിൽ ഇംപ്രസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പ്രസന്റേഷനിൽ ഇംപ്രസ് ചെയ്യാം, നമ്മുടെ വോയിസ്, അങ്ങനെ ഓരോ കാര്യങ്ങളുടെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി പാനൽ ഇന്റർവ്യൂ ഉണ്ടാവാം. ഓക്കെ. പാനൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, നമ്മുടെ മൾട്ടിപ്പിൾ ഇന്റർവ്യൂസ് അവിടെ അവൈലബിൾ ആയിരിക്കും. 3-4 ആൾക്കാർ അല്ലെങ്കിൽ 2-3 ആൾക്കാർ അവൈലബിൾ ആയിരിക്കും. അപ്പം ഒരു കമ്പനീസിൽ നോർമലി ഉണ്ടാവുന്ന ഇന്റർവ്യൂ പാറ്റേൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെവൽ, ഇനീഷ്യൽ ലെവൽ, ഒരു സ്റ്റാൻഡേർഡ് ഒരു കമ്പനി ആണെങ്കിൽ ഇനീഷ്യലി HR റൗണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് നമ്മുടെ സാലറി എക്സ്പെക്ടേഷനും വർക്ക് എക്സ്പീരിയൻസും ഈ പറയുന്ന നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷനിലേക്ക് മാച്ച് ആവുന്നുണ്ടോ നോക്കുന്ന ഒരു റൗണ്ട് ഒന്നാമത് കഴിയും. രണ്ടാമത്തെ റൗണ്ട് നമ്മുടെ ടെക്നിക്കൽ സ്കില്ലുണ്ടോ അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് ഉണ്ടോ, നമുക്ക് അക്കൗണ്ട്സ് അറിയോ അല്ലെങ്കിൽ ഫിനാൻസ് അറിയോ എന്നുള്ള രീതിയിലുള്ള ഒരു റൗണ്ട് ആയിരിക്കും. മൂന്നാമത്തെ റൗണ്ട് ആയിരിക്കും നമ്മുടെ ഒരു ഫൈനൽ റൗണ്ട്, ഇല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കും. ഇങ്ങനെ ലെവൽ ഓഫ് ഇന്റർവ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തും അതിൻ്റെതായ രീതിയിൽ പോയിട്ട് വേണം പ്രസന്റ് ചെയ്യാൻ വേണ്ടി. HR റൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് അവിടെ ടെക്നിക്കൽ ഏരിയാസ് എല്ലാം ഇമ്പോർട്ടൻറ്റ്, പ്രസന്റേഷനും നമ്മുടെ ലാംഗ്വേജും നമ്മൾ യൂസ് ചെയ്യുന്ന ജസ്റ്റേഴ്സും അല്ലെങ്കിൽ നമ്മളുടെ പങ്ക്ച്വാലിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതൊന്നും നെക്സ്റ്റ് ലെവലിലേക്ക് വേണ്ടെന്നല്ല, നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്ന സമയത്ത് ഇതൊക്കെയും കൂടി വേണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ ടെക്നിക്കൽ നോളജും കൂടി അവിടെ പ്രസന്റ് ചെയ്യണം. അഗെയിൻ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ടെലിഫോണാണ്. ഓവർ ദ ഫോൺ നമുക്ക് ഇന്റർവ്യൂസ് വരാം. പറയുന്ന HR ഇന്റർവ്യൂസ് നോർമലി ഇപ്പം കണ്ടക്ട് ചെയ്യുന്നത് ടെലിഫോൺ ത്രൂ ആണ്. അവിടെ നമ്മൾ സൗണ്ട് അല്ലെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇൻ പേഴ്സൺ ഒരാൾ വന്ന് നിൽക്കുകയാണെങ്കിൽ എൻ്റെ ബോഡി ലാംഗ്വേജും എൻ്റെ സൗണ്ടും എൻ്റെ പ്രസന്റേഷനും ഒക്കെ അവിടെ മാറ്ററാണ്. അതേസമയത്ത് വെർച്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള പ്രസന്റേഷൻ മാത്രമാണ് നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ എൻ്റെ സൗണ്ടും കൂടി നിങ്ങൾക്ക് അവിടെ കിട്ടും. ടെലിഫോണിക് റൗണ്ടിലേക്ക് എനിക്ക് വേറെ ഒന്നുമില്ല, ആകെ എൻ്റെ വോയിസ് മാത്രമാണ് ഈ ഇന്റർവ്യൂവിൽ കേൾക്കുന്നത്. അപ്പോൾ അത് മാക്സിമം എന്താവണം, നെർവസ് ആവാതെ ഒരു റിലാക്സ്ഡ് മോഡിലേക്ക് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ, കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ ഇതാണ്. അപ്പം ഈ മെത്തേഡ് മാറുന്നതിന് സമയത്ത് നമുക്ക് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ടെലിഫോണിക് ഇന്റർവ്യൂവിൽ നമ്മൾ ഡ്രസ് കോഡോ കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ടെലിഫോണിക് ഇന്റർവ്യൂവിൽ നമ്മുടെ വോയിസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പറയുന്ന വോയിസ് എല്ലാ റൗണ്ടിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ടെലിഫോണിക് റൗണ്ടിൽ നമുക്ക് ആകെ മനസ്സിലാക്കാൻ പറ്റുക നിങ്ങളുടെ വോയിസ് വെച്ചിട്ടാണ്, ഇങ്ങനെ നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ. ഇനി നമ്മളുടെ നോർമലി ഉണ്ടാവുന്ന ഇന്റർവ്യൂസിന് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ്, ടെൽ മീ അബൌട്ട് യുവർ സെൽഫോ അല്ലെങ്കിൽ വൈ ഷുഡ് ബി ഹയർ യു, അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് സമ്മറി ആയിട്ട് നമുക്ക് പോവാം. നമ്മൾ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന്, അല്ലെങ്കിൽ പ്ലീസ് ഗിവ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നോർമലി ഒരുപാട് ഡീറ്റെയിൽസ് പറയുന്നതിന് പകരം ഞാനിപ്പോൾ ഒരാളോട് ചോദിക്കുന്ന സമയത്ത് എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അയാളുടെ വർക്ക് എക്സ്പീരിയൻസും അയാളുടെ ഇതുവരെയുള്ള സ്കില്ലിൻ്റെ ഒരു സമ്മറിയാണ്. ഓക്കെ, ഒരുപാട് പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് പകരം പേഴ്സണൽ ഡീറ്റെയിൽസ് ഒരു 1-2 ലൈനിൽ മാക്സിമം നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യാം, അതിൻ്റെ കൂടുതൽ ഉണ്ടാവരുത്. പിന്നെയുള്ളത് നമ്മൾ പറയേണ്ടത് ഇപ്പം ഒരാളിപ്പം ജോബിന് വന്നിട്ട് ഞാൻ നിങ്ങളെ കുറിച്ചിട്ട് ഒരു 2 വാക്ക് പറയൂ, അല്ലെങ്കിൽ ഒരു 2 സെന്റൻസിലായിട്ട് പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് ഈ ജോബിന് ആപ്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ സ്കില്ല് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ നോളജ് അല്ലെങ്കിൽ പ്രൊഫഷണൽ എക്സ്പീരിയൻസിനെ കുറിച്ച് നിങ്ങൾ സമ്മറൈസ് ചെയ്ത് പറയാം. ഈ പറയുന്ന പോയിന്റിലും എപ്പോഴും ശ്രദ്ധിക്കുക, അവരുടെ ഡിസ്ക്രിപ്ഷനും അവരുടെ
റിക്വയർമെൻറ്റും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ അതിന് കണക്കായി നമുക്ക് ആൻസർ പറയാൻ പറ്റും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് ആ ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ മേലെയാണ് പിന്നെ നമ്മളെല്ലാ ബിൽഡപ്പ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ CV അതിന് കണക്കായിട്ട് ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ അതിന് കണക്കായിട്ട് ചേഞ്ച് ചെയ്തു, നമ്മൾ കമ്പനിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുന്ന നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്ത അതേ പോയിന്റ് തന്നെ. ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കാണ് അക്കൗണ്ടൻ്റായിട്ട് പോകുന്നതെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ കമ്പനി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വർക്ക് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഓക്കെ, അപ്പം ഇന്റർവ്യൂവർക്ക് കോൺഫിഡൻസ് വരണം നമ്മളിൽ, ഇയാളെ എടുത്താൽ നമുക്ക് ഓക്കെ ആണെന്നുള്ളത്. നെക്സ്റ്റ്, വൈ ഷുഡ് വി ഹയർ യു? എന്തുകൊണ്ട് നിങ്ങളെ ഞാൻ ഹയർ ചെയ്യണം? അപ്പം നമ്മൾ ആ ഒരു ഈ ജോബിലേക്ക് എനിക്ക് എത്രത്തോളം ഇൻപുട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ സ്കില്ല് നിങ്ങളുടെ കമ്പനിക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ള ഇതൊക്കെ നമ്മൾ ആ ഒരു അസസ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. അപ്പം വീക്ക്നെസ് ചോദിക്കുന്നുണ്ടാവാം, സ്ട്രെങ്ത് ചോദിക്കുന്നുണ്ടാവാം, വൈ ഡു യു വാണ്ട് വർക്ക് ചെയ്യാൻ, നമ്മളൊരു കമ്പനിയിൽ ഈ കമ്പനി എന്തുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പം അവിടെ നമ്മൾ നോർമലി നമ്മൾ കമ്പനിയെ കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് നമ്മൾ ഓൾറെഡി കമ്പനിയെ കുറിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ആ ഒരു റിസർച്ചിന്റെ ബേസിൽ നമുക്ക് പറയാം ഈ കമ്പനി എൻ്റെ ഒരു കരിയർ ഗ്രോത്തിന് ബെറ്റർ ആണ്. ഓക്കെ, പിന്നെയുള്ളത് നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്തിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് ഗ്രേറ്റസ്റ്റ് അക്കംപ്ലിഷ്മെന്റ്, നമ്മൾ ഇതുവരെ ലൈഫിൽ നിങ്ങൾ നേടിയിട്ടുള്ള ഏറ്റവും ഗ്രേറ്റസ്റ്റ് അക്കംപ്ലിഷ്മെന്റ് എന്താണ്? അതല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ജോബിൽ അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഏതെങ്കിലും നിങ്ങളുടെ വർക്ക് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ സോൾവ് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്താണ്? ഇതുപോലുള്ള കുറച്ച് ഏരിയാസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഞാൻ ഈ പറയുന്ന ആൻസർ ഇവരുടെ കമ്പനിയോ ഈ പറയുന്ന ജോബുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണെങ്കിൽ, നിങ്ങൾ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് അക്കംപ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് എനിക്ക് 1ാം റാങ്ക് ഇന്ന 10ാം ക്ലാസ്സിൽ കിട്ടിയെന്നോ അല്ലെങ്കിൽ +2 കിട്ടിയെന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ കാര്യമില്ല. എന്തുകൊണ്ടാണ്? ഇന്റർവ്യൂവർ നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് 5 to 10 minutes ആണ്. അവർക്ക് അറിയേണ്ടത് നിങ്ങൾ ഈ ജോബിന് ആപ്റ്റ് ആണോ എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഉത്തരവാദിത്തം കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഐ ആം ഫിറ്റ് ഫോർ ദിസ് പൊസിഷൻ, ഞാൻ ഈ ജോബിന് അല്ലെങ്കിൽ ആ പൊസിഷന് ഞാൻ ഫിറ്റ് ആണ്. അത് നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ? അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ആ ഡെസിഗ്നേഷൻ്റെ അകത്ത് എന്നെ എത്രത്തോളം എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഗ്രേറ്റസ്റ്റ് അക്കംപ്ലിഷ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റു ഡീറ്റെയിൽസ് പറയുന്നതിന് പകരം ഇവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഇമ്പാക്ട് ഇൻസിഡന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ കുറേയും കൂടി ബെറ്റർ ആയിരിക്കും.